രോഹിതേട്ടാ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദിവസങ്ങൾ മുൻപ് എന്ന് തന്നെ പറയണം, മുരാരി തന്ത്രിയെ പറ്റി കുറേ ഇങ്ങനെ വാർത്തകൾ വരുന്നു, ട്രോളുകൾ വരുന്നു. അദ്ദേഹം ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുന്നു. അതൊക്കെ സംഭവിച്ചതാണ്. പക്ഷെ ഇപ്പോൾ 2 ദിവസമായി കേൾക്കുന്നത് അദ്ദേഹം മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് പണം വാങ്ങി യുവാക്കളെ വിദേശത്തേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു അമ്മയെ കണ്ടിരുന്നു. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ അത് എനിക്ക് അറിയുന്ന ഒരു ചെറുക്കൻ അയച്ചു കൊടുത്തു. അത് അയച്ചു കൊടുത്തിട്ട് ഈ മുരാരിയുടെ നമ്പർ ആയിരുന്നു, അതിലേക്ക് ഗൾഫിലേക്ക് എന്ന് പറഞ്ഞ് പണം വേണ്ട എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാനുള്ളൊരു പദ്ധതിയായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് അത് താല്പര്യമില്ലാത്തത് കൊണ്ട് അതങ്ങ് പോയി. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് അമ്മ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഇദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. വലിയ തോതിൽ നാട്ടിൽ നിന്ന് യുവാക്കളെ പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന എന്തോ ഒരു വലിയ തട്ടിപ്പ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു മേഖലയിൽ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാം, അല്ലേ? ഉറപ്പായിട്ടും ഈ മുരാരി തന്ത്രി എന്നൊന്നും അവനെ ഇനി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. രാജൻ ബാബു അതാണ് അവൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഡിബേറ്റിൽ ചെയ്ത ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു അവൻ കള്ളിയെത്തുകാരനായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ അതിനകത്ത് തോന്നുന്നു, കള്ളിയെത്തുകാരന് ജ്യോതിഷ് ഇതായിക്കൂടെ. അതിൻ്റെ കഥ ഞാൻ അത് പൂർണ്ണമായിട്ട് ആ വീഡിയോ കാണാത്ത ആളുകളാണ് ഇത് പറയുന്നത്. ഞാൻ അതിനകത്ത് വാൽമീകിയുടെ കഥയൊക്കെ പറഞ്ഞു പോകുന്നു, രത്നാകരൻ വാൽമീകിയായ കഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇയാൾ മുരാരി, അപ്പോൾ എനിക്കതിനകത്തൊരു തെറ്റും പറ്റി. ഞാൻ ശിവഭഗവാനാണ് മുരാരി എന്നറിയാതെ നാക്ക് വിഴിച്ചിരുന്നു. അത് തിരുത്തണമെന്ന് 1-2 കമൻറ്റുകൾ തിരുത്തുന്നു, വിഷ്ണു ഭഗവാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുരാരി എന്ന് പേരുള്ള ഒരു ഓട്ടോറിക്ഷ കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് ഓടിച്ചുകൊണ്ടിരുന്ന രാജൻ എന്ന് വിളിപ്പേരുള്ള ഒരു ഓട്ടോ ഡ്രൈവർ. ഇയാള് പിന്നെ കള്ളിയത്തുകാരനല്ല, വാറ്റുകാരായക്കാരനായിരുന്നു. അപ്പം ഞാനത് കള്ളിയത്തും വാറ്റുകാരായൊന്നും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ തമാശ രൂപേണ പറഞ്ഞു പോയത്. ഇയാളുടെ വണ്ടിയിൽ എപ്പോഴും ചാരായം ഉണ്ടാവും. അപ്പോൾ ഇയാളുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ആരെങ്കിലും ചാരായം ഓർഡർ ചെയ്താൽ പുള്ളി അവിടെ കൊണ്ടുവന്ന് ചാരായം കൊടുക്കുക, പൈസ വാങ്ങിക്കുക, കുടിക്കാനല്ല, ഈ ചാരായം വാറ്റി വിൽക്കൽ. ഇതായിരുന്നു ഈ രാജൻ ബാബുവിൻ്റെ മെയിൻ തൊഴിലെന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല ഇയാൾ 8ാം ക്ലാസ്സും കുസ്തിയും കണ്ടാണ് ഇയാളുടെ വിദ്യാഭ്യാസ യോഗ്യത. പക്ഷേ ഇയാൾ ബോർഡിലൊക്കെ BA MA MCom PhD ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പുറത്ത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇയാൾ വിദേശത്തേക്ക് പോയി. വിദേശത്തേക്ക് പോയിട്ട് വിദേശത്ത് ഇയാളെ അറിയപ്പെടുന്ന ബാർ സ്വാമി എന്നാണ്. ഇയാൾ ബാറിലൊക്കെ ഇരുന്നിട്ടാണ് പോലും ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊടുക്കുന്നത്. പക്ഷേ ഈ ജ്യോതിഷത്തിൽ നിന്നോ മന്ത്രവാദത്തിൽ നിന്നോ ഒക്കെ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം നമ്മൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശബരിമല തന്ത്രിയുടെ കോടികളുടെ കണക്ക് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ശബരിമല തന്ത്രിക്ക് ആവാം, അതിനുള്ള സാധ്യതകളെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ ഈ കൊട്ടാരക്കരയിൽ ഓട്ടോ ഓടിച്ചു നടന്ന ഓട്ടോ ഉടായിപ്പ് തന്ത്രി, ഇവൻ പറയുന്നത് 450+. ഈ ഉടായിപ്പ് തന്ത്രിമാർ മൊത്തം പറയുന്ന ഒരു കണക്കാണ് കേട്ടോ. ഇത് 120 ക്ഷേത്രങ്ങളുടെ തന്ത്രം, 350 ക്ഷേത്രങ്ങളുടെ തന്ത്രം, 450 ക്ഷേത്രങ്ങളുടെ തന്ത്രം. അങ്ങനെ ഉടായ്പിന്, പണ്ടത്തെ ഉടായ്പിന് എനിക്കറിയാം, ആ മേഖലയിൽ തന്നെയുള്ള. ആശാൻ പറയുന്നത് 350-400 ക്ഷേത്രങ്ങളിൽ തന്ത്രം ഉണ്ടെന്നാണ്. ഇയാളല്ല കേട്ടോ, മുരാരിയല്ല, വേറൊരു തന്ത്രി. അപ്പോൾ പണ്ടൊരിക്കൽ ഞാനൊരു കർണാടകയിൽ ഒരാളുടെ കൂടെ പോയപ്പോൾ അയാൾ പറഞ്ഞ് ഇതുപോലെ കേരളത്തിൽ നിന്നുള്ളൊരു തന്ത്രി ഇവിടെ ഒരു പ്രതിഷ്ഠ നടത്തുന്നുണ്ട്, നമുക്കത് കാണാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ വിഗ്രഹം ഉറപ്പിക്കുന്ന അഷ്ടബന്ധം ഇട്ടിട്ടാണ് ഉറപ്പിക്കുക. അഷ്ടബന്ധം എന്ന് പറയുന്നത് ഒരു മരുന്ന് കൂട്ടാണ്. ഇത് പുളിമര ചുറ്റിക കൊണ്ട് മണിക്കൂറുകൾ ഇടിച്ച് കൂട്ടി, അത് വലിയ പശയാണ്. ഇത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ പശയായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. അത് നമ്മളോട് ചിലപ്പോൾ ഈ നാഗരപ്രതിഷ്ഠ അടക്കം. അപ്പോൾ ഈ നാഗരപ്രതിഷ്ഠ എന്ത് ചെയ്യില്ല, ഒന്നുകൊണ്ട് ഉറപ്പിക്കില്ല. നാഗരപ്രതിഷ്ഠയുടെ ഗുണമാണ് രാജാവിൻ്റെയും നാഗയക്ഷിയുടെയും നാഗങ്ങളുടെയും പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ കല്ലിൽ തീർത്ത പീഠത്തിലെ ആ ഹോളിലേക്ക് ഇത് ഇറക്കിയിട്ട് ടൈറ്റ് ആയിക്കോളും. അങ്ങനെ വെക്കുകയാണ് ചെയ്യുക. ഇത് അഷ്ടബന്ധം ഇട്ട് നാഗരപ്രതിഷ്ഠ ഉറപ്പിക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് നമ്മൾ ചെല്ലുമ്പം കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, ഈ കുഴിയിലേക്ക് ഈ വിഗ്രഹം ഇറക്കി വെക്കുമ്പോൾ ഈ വിഗ്രഹം എന്ത് ചെയ്യുന്നില്ല, അവിടെ ഉറച്ചിരിക്കുന്നില്ല. ഒരു ചരിവ്, വിഗ്രഹത്തിൻ്റെ ഒരു ചരിവ്. അത് ചെറിയ ആരും അറിയാതെ ഒരു പാറച്ചുകൾ വല്ലതും വെച്ച് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ച് വെച്ചാൽ മതി അവിടെ. അപ്പോൾ ഈ ആശാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ നോക്കുമ്പോൾ മറ്റേ അരക്കുണ്ടല്ലോ, നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ കൊറിയർ, ഈ സർക്കാർ പത്രമൊക്കെ വരുന്ന സമയത്ത് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും, ഒരു പൂട്ട് ജപ്തി ചെയ്യുമ്പോൾ ഒരു തുണി ചുറ്റിയിട്ട് ഒരു ചരട് ചുറ്റിയിട്ട് ഉരുക്കി ഒഴിച്ചിട്ട് ഇങ്ങനെ സീലടിക്കുന്ന നമ്മൾ. ഈ സാധനമുണ്ട്, ഇത് അരക്ക്, ഒരു കെമിക്കൽ എന്തോ ആണത്. ഈ സാധനം അടുപ്പത്ത് വെച്ച് ഉരുക്കി ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്നിട്ട് ഇത് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നാഗരുടെ പ്രതിഷ്ഠ എടുത്ത് വെക്കുന്നത് ഞാൻ കണ്ട രഹസ്യമായിട്ട്. അപ്പോൾ ഇവനൊക്കെയാണ് നമ്മൾ തന്ത്രി എന്ന് വിളിക്കുന്നത്. 4 ചൂടായ്പ ഫ്രോഡുകളാണ്. ഇവരൊന്നും എങ്ങനെ തന്ത്രമൊന്നും പഠിച്ചോ മരുന്നില്ല, ചുമ്മാതെ പൂർണ്ണമായിട്ട് ആരെങ്കിലും ഒക്കെ പറ്റിച്ച്. അപ്പോൾ ഈ ഇത്തരം ഫ്രോഡുകൾ മെയിനായിട്ട് ക്യാൻവാസ് ചെയ്യുന്നത് ആരായിരിക്കും? വലിയ പണക്കാരായിരിക്കും. ഈ ഒരുപാട് പൈസയുണ്ട്, എന്നാൽ ഈ വലിയ വിശ്വാസമാണ് ആളുടെ മുന്നിൽ കാണിക്കാൻ, പൊക്കി പറയാനൊക്കെ. അപ്പോൾ പണി അറിയാവുന്ന തന്ത്രിമാരൊന്നും ഈ പണക്കാരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കില്ല. അവന്മാരുടെ ആഠ്യത്തെ എപ്പോഴും കാത്തു സൂക്ഷിക്കും. ആ രീതിയിൽ ഇവന്മാരങ്ങനല്ല.
ഇവന്മാർ എന്തെങ്കിലും ഉടായ്പകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉടായ്പ പൂജകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവന്മാരുടെ കൂടെ അങ്ങ് കൂടും. അങ്ങനെ ഇയാൾ ഗൾഫിൽ വെച്ചിട്ട് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി ഗൾഫിൽ ജ്യോതിഷത്തിന് ഭയങ്കരമായ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത പല ആളുകൾ, അത് ജെനുവിനായിട്ടുള്ള ആളുകൾക്കായാലും ഫ്രോഡുകൾക്കായാലും, ഈ അബാക് മീഡിയയുമായി ബന്ധപ്പെട്ട് നമ്മളെ വിളിക്കുന്ന അധിക കോളുകൾ ഇന്ത്യക്ക് പുറത്തു നിന്നാണ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വിളിക്കുന്ന പല കോളുകളും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ അന്ന് ഒരു പെൺകുട്ടി ഒരു ആളുടെ അടുത്ത് പോയ കഥ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം കുറേ അധികം കോളുകൾ വന്നു. പലരെയും ഇന്ന ആളെയാണോ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ മറ്റൊരാളെ സംശയിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ വീഡിയോ ഇപ്പോൾ അബാക് മീഡിയയിൽ ഇല്ല. എനിക്കതേ മാത്രമേ മറുപടി പറയാനുള്ളൂ. ആ പറഞ്ഞ ആളുടെ വീഡിയോ അബാക് മീഡിയയിലില്ല. ഇപ്പോൾ അബാക് മീഡിയയിലുള്ള ആളുകളൊക്കെയാണ് നിങ്ങൾ സംശയിക്കുന്നതെങ്കിൽ അവരല്ല എന്നുള്ളതാണ്. ഇനി അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിച്ചാൽ ആ വീഡിയോകൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അവരോട് കാര്യം പറയുന്നതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആരും സംശയിക്കേണ്ട. ഇതിലെ കോഴിയെ കട്ടവൻ്റെ തലയിൽ പൂട കാണും എന്ന് പറയുന്ന പോലെയാണ് പല ആളുകളും പേടിക്കുന്നത്. ഇനി എന്നെയാണോ പറഞ്ഞത് എന്നുള്ള പേടി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട്. അപ്പൊ ഇനി വ്യക്തികളൊക്കെ തന്നെ വിളിച്ചിരുന്നോ ഈ പറഞ്ഞ വ്യക്തികൾ? അങ്ങനെ ആരും വിളിക്കില്ലല്ലോ. ആ ആളുകളൊക്കെ പലരെയും വെച്ച് വിളിപ്പിക്കുവാണോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വിടാം, അത് നമ്മുടെ വിഷയമല്ല. മുരാരി തന്ത്രിയിലേക്ക് തിരിച്ചു വരാം. മുരാരി തന്ത്രിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ മുരാരി തന്ത്രിക്ക് മനുഷ്യക്കടത്തുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ നാട്ടിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എന്ന് പറയുമ്പോൾ ആൺകുട്ടികളെ ചുരുക്കവും പെൺകുട്ടികളെ കൂടുതലായിട്ടും ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് ഇയാൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ജോലിയാണ് ഇവർ കൊടുത്തിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി അന്വേഷിക്കണം. ആരെയൊക്കെ പെടുത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലാതെ കേവലം വെണ്ടാറ് പോലൊരു സ്ഥലത്തിരുന്നുകൊണ്ട് പൂജകൾ നടത്തുന്ന ഒരുത്തിന് ഇത്രത്തോളം കോടികൾ എങ്ങനെ സമ്പാദിക്കാൻ പറ്റി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇനി ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ റൂമിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിച്ചത് ഇയാളുടെ ഭാര്യയും അമ്മയുമാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നങ്ങളും സാധ്യതകളും എന്തൊക്കെയാണ് എന്നുള്ളത് പോലീസ് എന്തായാലും അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. പണ്ട് ഇയാളെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇയാളെ ഇപ്പോൾ ഇരുന്നുകൊണ്ട് ഭയങ്കരമായ തെറി വിളിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സുകൊണ്ട്, കാരണം നമ്മുടെ നാട്ടിലായിട്ട് പോലും നമ്മളിങ്ങനെയുള്ള നാറിയുടെ ഒന്നും പിന്നാലെ പോയിട്ടില്ലല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം. പക്ഷേ ഇയാളുടെ ഒരു പ്രവചനം എന്തോ സ്റ്റോറി ചെയ്തതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ഒരു ഒരു ഡിസ്റ്റന്റ് മെമ്മറി എനിക്ക് എവിടെയോ നമ്മൾ ചെയ്തതോ അല്ല, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ചെയ്തിട്ടുള്ളതായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശിരൂരിൽ അർജുൻ തിരിച്ചു വരുമെന്ന് പ്രവചിച്ച ആളാണ് ഈ മുരാരി തന്ത്രി. അതെ, ആ വീഡിയോക്ക് പിന്നിലുള്ളത് എന്റെ ശബ്ദമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇയാളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടല്ലേ? എനിക്ക് വ്യക്തിയുടെ മുഖമൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് വോയിസ് ഓവർ കൊടുത്തത് അബാക്കിലോ നമ്മുടെ ചാനലുകളിലോ അല്ല, അത് ഒരു മുൻനിര പത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാനലിലാണ്. അത് പറയണമല്ലോ, ഇല്ലെങ്കിൽ നമ്മുടെ ചാനലാണെന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ചേട്ടാ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഇദ്ദേഹം ഇത്രയും വലിയൊരു പ്രശ്നമാണ്, വലിയൊരു സാമൂഹ്യ വിപത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴും ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇത് ഹണി ട്രാപ്പാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. മേ ബി എന്തായാലും പിന്നിലുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ ഇവന്റെ ഫണ്ട് സോഴ്സുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തവരുത്തേണ്ടത് കേരള പോലീസാണ്. അതൊരു ഞാൻ ചോദിക്കട്ടെ, ഒരു ബാധ ഒഴിപ്പിക്കാൻ എന്തിനാ ബെഡ്റൂമിൽ കൊണ്ടുപോകുന്നത്? എൻ്റെ സിമ്പിൾ സംശയം, ബാധ ഒഴിപ്പിക്കാൻ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നത്? പൂജാമുറിയിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു ബെഡ്റൂമിൽ ഒരു കട്ടിലൊക്കെ വിരിച്ചിട്ടേക്കുന്ന ബെഡ്റൂമിലേക്ക് ഇവനെ കൊണ്ടുപോകേണ്ട കാര്യം എന്താ? അപ്പം ഇത്തരം ഫ്രോഡുകൾ നമ്മുടെ കേരളത്തിൽ കൊടികുത്തി വാഴുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഫിലിപ്പ് മുമ്പാടിനെതിരെ പോക്സോ കേസ് വന്നു. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ എന്തോ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പല കേസുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹത്തെയൊക്കെ നമ്മൾ ആരാധിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചിലപ്പോൾ സംശയം തോന്നി, അയാൾ അങ്ങനെ ചെയ്യുമോ? ഉണ്ടാവില്ലേ? അത് തന്നെയാകും ഇയാളെ നല്ലമുള്ള ചമഞ്ഞ് നടന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം എന്ന് പറയുന്നത്. പിന്നെ ഈ ഷിംജിത കേസ് വന്നതോടുകൂടി ഈ സ്ത്രീകളുടെ മേലുള്ള ഒരു സത്യസന്ധത, ഒരു വിശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മമാർക്ക് പോലും, ഞാൻ ഞാൻ കാര്യമായിട്ട് പറയുന്നത്, അതിനകത്തൊരു സ്ത്രീപക്ഷ നിലപാടിലേക്ക് പോകാനുള്ള മേഘയുടെ തയ്യാറെടുപ്പ് മുഖത്ത് കാണുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുന്നത് പല കേസുകളിലൂടെ കുറ്റം ചെയ്തവർ പോലും സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ വട്ടിയൂർക്കാവ് അജിത്തിനെ പോലുള്ള ഒരു മറ്റേ സവാദിന് മാല ഇട്ടില്ലായിരുന്നെങ്കിൽ ഇത് നേരത്തെ വന്നേനെയായിരുന്നു. ഞാൻ ഈ പറയുന്ന പോലെ വ്യാജ കേസുകളില്ല എന്നും ഹണി ട്രാപ്പ് ഇല്ല എന്നും പറയുന്ന ഒരാളല്ല. പക്ഷേ ഷിംജിത കേസിൽ എൻ്റെ അഭിപ്രായം വ്യത്യസ്തമാണ്. എല്ലാവർക്കും അഭിപ്രായം പറയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അഭിപ്രായം പറയുന്നു എന്ന് മാത്രം. അതുപോലെ വ്യാജ കേസുകളില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. പറയാവുന്നവർക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാം. മരണം നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് മാത്രമാണ് എന്നുള്ളതാണ്. അവ ഇത്തരം കള്ളനാണയങ്ങൾ കൊടികുത്തി വാഴുന്നൊരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ വേറെ കേസ് പറയും. ഇപ്പം മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാം മത പണ്ഡിതൻ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ഫ്രോഡുണ്ട്. അപ്പം ഇവര് പിന്നെ മതത്തിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥനകൾ ചൊല്ലി
ഇപ്പോൾ നേരത്തെ ഇയാൾ പിന്നെ വൈദ്യം പഠിച്ച ആളാണെന്നും പറഞ്ഞ് കുറേ വൈദ്യമൊക്കെ ചെയ്തു നടന്നു. അതിനേക്കാൾ നല്ലത് ആത്മീയ ചികിത്സയാണെന്ന് മനസ്സിലാക്കി ആത്മീയ ചികിത്സയിലേക്ക് പോയി. അങ്ങനെ പിന്നെ ഇയാളുടെ വലിയ ഈ പീഡന പരാതിയോ കേസൊന്നുമില്ല കേട്ടോ. പക്ഷേ അയാളുടെ ചെല്ലുന്ന പല ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ആശ്വാസം കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ. ഈ പലയിടത്ത് ഇരുന്നിടത്ത് ആശ്വാസം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. അയാളുടെ ചരിത്രമൊക്കെ തേടിപ്പോയാൽ നല്ല രസമാണ്. അയാളും പണ്ട് ഓട്ടോ ഡ്രൈവറൊക്കെ, ഒറ്റ കച്ചവടക്കാരൻ ഓട്ടോ ഡ്രൈവറൊക്കെയാണ്. അപ്പോൾ ചിലർക്ക് സിദ്ധി കിട്ടി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 100 പേർ ഒരാടുത്ത് പോകുമ്പോൾ ഒരു 95 പേർക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾക്ക് സിദ്ധിയുണ്ട് എന്നുള്ള ചിന്താഗതിയാണ്. പിന്നെ ഈ പെണ്ണിനെയും പിഞ്ചിനെയും ഉപദ്രവിക്കാൻ പോവാതിരുന്നാൽ മതി എന്നുള്ളതാണ്. തിരിച്ച് പുരുഷനെയും പിഞ്ചിനെയും ഉപദ്രവിക്കാതിരിക്കാൻ പോകുന്ന പെണ്ണുങ്ങളും സൂക്ഷിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ അല്ല, അവിടെയും സമത്വമാണ് ആവശ്യം. ആണിനും പെണ്ണിനും ഒരുപോലെ അവകാശങ്ങളും ഒരുപോലെ എന്താ പറയുക, നിയമപരമായ സംരക്ഷണവും ഒക്കെ കിട്ടേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ പെണ്ണുങ്ങൾക്ക് മാത്രമായി പിങ്ക് ബസ് വീണ്ടും കൊണ്ടുവരാൻ, പണ്ട് ലേഡീസ് ഉള്ള ഈ ബസ്സുകളുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും പിങ്ക് ബസ് വരും. ഞാൻ ആവശ്യപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ വല്ല റെഡ് ബസ്സോ ബ്ലൂ ബസ്സോ ഗ്രീൻ ബസ്സോ ഒക്കെ കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം കൂടി നമുക്കുണ്ട്. എന്താ മോശമാണോ? മോശമല്ല, ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടാമല്ലോ. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ബേസിക് ആവശ്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്താണ് പറയും? ശരിക്കും ഈ പറഞ്ഞ സ്ത്രീകൾക്ക് നീതി കൂടുതൽ ലഭിക്കുന്നു എന്നുള്ള ചിന്ത എങ്ങനെയാണ് വരുന്നത്? അതെന്താണ് പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് എന്തിനാണ് ഒരു പിങ്ക് ബസ്? ലോജിക്ക് പറഞ്ഞ ഈ പറയുന്ന പോലെ സ്ത്രീകളും പുരുഷന്മാരും പെൺകുട്ടികളും ആൺകുട്ടികളും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളല്ലേ. അരികുവൽക്കരിക്കപ്പെടുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ള അത് തന്നെയാണ് എല്ലാത്തിന്റെയും ആധാരം. സ്ത്രീകളെ ചൂഷണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ ഒരുമിച്ച് മിക്സഡ് ചാനൽ ബസ്സുകളിൽ പൊക്കോട്ടെന്നേ. സ്ത്രീ സാമീപ്യം. അതെ ചേട്ടാ, ബേസിക്കലി ഈ ഒരു റൂമിനകത്ത് ഒരു 100 പുരുഷന്മാര് നിൽക്കുകയാണ്. എനിക്ക് പരിചിതമല്ലാത്ത ഒരു 100 പുരുഷന്മാര് നിൽക്കുകയാണ്. എനിക്ക് അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇതിൽ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ 100 പേരെയും എനിക്ക് ഭയമായിരിക്കും, ഈ 100 പേരെയും എനിക്ക് പേടിയായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെല്ലാം. ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ സ്ത്രീകൾക്കും പറയാനുള്ള ഇത് തന്നെയായിരിക്കും. തിരിച്ച് ഞാൻ പറയട്ടെ, ഒരു 40 പുരുഷന്മാരും 60 സ്ത്രീകളും സഞ്ചരിക്കുന്ന ഒരു കമ്പാർട്ട്മെന്റ്, ഒരു ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ്, 100 പേരുണ്ട്. അപ്പൊ കമന്റ് വരും, 100 പേര് ഇത് ബസ്സിലടാ നാറി കയറുന്നത് ചോദിച്ചിട്ട് കമന്റ് വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് എന്ന് വിചാരിക്കും. അവിടെ ഒരു പുരുഷൻ കയറുകയാണ്. അയാൾക്ക് നേരത്തെ ഈ പറയുമ്പോഴേ അയാൾ മനസ്സറിയാതെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ അറിയാതെ ടച്ച് ചെയ്തപ്പോൾ അവൾ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളാന്ന് വെച്ചിട്ടെ. ഇപ്പം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച വെള്ളപ്പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെ. അപ്പോൾ അയാൾ എങ്ങനെ യാത്ര ചെയ്യും ഒറ്റയ്ക്ക്? അയാളെങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും? പ്രിവിലേജ് വ്യത്യാസങ്ങളില്ലേ? എന്താണ് പ്രിവിലേജ്? ഈ പറഞ്ഞ സ്ത്രീ എന്താണ് പ്രിവിലേജ്? പ്രിവിലേജ് കൂടുതൽ എപ്പോഴും പുരുഷന്മാർക്ക് തന്നെയാണ്. ഒരിക്കലും മാറ്റമില്ല. ഈ പുരുഷന്മാർ തിരിച്ചു പറയുന്നു ആണ് സ്ത്രീകൾക്കാണ്. നിങ്ങൾക്ക് ആ പ്രിവിലേജ് വേണ്ടാത്തോണ്ടാണ് നിങ്ങൾ അത് പുരുഷന്മാർക്ക് വെച്ച് നീട്ടുന്നത്. പ്രിവിലേജ് നമ്മൾ വേണം വേണ്ട എന്ന് വിചാരിക്കുന്നില്ല, അത് നമുക്ക് കിട്ടുന്നതാണ്. ഒരു പുരുഷനുണ്ടാവുന്ന പ്രിവിലേജ്, ഇപ്പൊ ചേട്ടനുള്ള പ്രിവിലേജും ചേട്ടന്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്കുള്ള പ്രിവിലേജും രണ്ടാണ്. അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ ഒരു സബ് എഡിറ്റർ ആണ്. എന്റെ ഒപ്പം സബ് എഡിറ്റർ ആയിരിക്കുന്ന ഒരു പുരുഷൻ എന്നെക്കാളും പ്രിവിലേജ് ഉണ്ടാവും. ഈ സ്ഥാപനത്തിലുണ്ടാവും. അത് തോന്നലാണ്. അങ്ങനെയാണ് തോന്നലുണ്ടാവുന്നത്. എല്ലായിടത്തും ഈ മാറ്റങ്ങളുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് പ്രിവിലേജ് ആണ് ഇവിടുത്തെ പുരുഷന്മാർക്ക് കൂടുതൽ കിട്ടുന്നത്? അല്ല, ഞാൻ ഈ സ്ഥാപനത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, പ്രത്യേകം പ്രതിപാദിക്കുന്നില്ല. പക്ഷെ ഇല്ല എന്നൊരിക്കലും പറയാൻ എന്താണ് പറ്റാത്ത? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അതൊരു ഓഫീസ്, അതൊരു മാനേജ്മെന്റിന്റെ പ്രശ്നമോ ഒന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്കിനെ കുറിച്ച് പറയാം, പ്രൊഫഷണലി സംസാരിക്കാം. ഒരു പൊളിറ്റിക്കൽ ലീഡറിന്റെ ഇന്റർവ്യൂ വരുന്നു, മേഘ അത് എടുക്കാമോ എന്ന് ചോദിച്ചിട്ട് മേഘയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ മറ്റൊരാളുടെ അടുത്തേക്ക് ഇവിടെ ചോദിക്കാറുള്ളൂ. അത് താങ്കൾക്ക് പ്രിവിലേജ് കിട്ടുന്നുണ്ടല്ലേ? അല്ലേ? ഒരു പെൺകുട്ടി എന്ന നിലയിൽ താങ്കളോ അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന മറ്റേത് സബ് എഡിറ്ററോ ആകട്ടെ, അത് അശ്വജിത്തോ ആരോ ആകട്ടെ, ചില പിന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ താമസിച്ചു വന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ലീവ് എടുത്തോളൂ എന്ന് പറയാറില്ലേ? വിത്ത് സാലറി. അത് പുരുഷന്മാർക്കും കിട്ടാറില്ല, സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്നതല്ലല്ലോ. അല്ല, സ്ത്രീകൾക്ക് മാത്രമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി ലീവ് കൊടുക്കാം. അത് പിരിച്ചടന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടും? ഒരു ബുദ്ധിമുട്ടും ഇല്ല. പീരീഡ്സ് ടൈമിൽ നമ്മൾ ഒരു ആ പെൺകുട്ടിക്ക് ആവശ്യമെങ്കിൽ അത് പ്രിവിലേജ് ആണെന്നാണോ എടുത്തോളാൻ പറയില്ല. അത് പ്രിവിലേജ് അല്ല. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുന്ന ഒരു മാനേജ്മെന്റ് ആയതുകൊണ്ടാണ്. അതെ, ഞാൻ ഈ പറഞ്ഞ പ്രിവിലേജ് കൊടുക്കുന്നു എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഏതൊരു സമൂഹത്തിൽ പോയാലും ഇവിടെ പുരുഷനൊരു പ്രിവിലേജ് സ്ത്രീകൾക്കാണ് പ്രിവിലേജ് ഉള്ളത്. സീരിയസ്ലി മനസ്സിലാക്കൂ. ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് ഏതെങ്കിലും ഒരു വാഹനത്തിൽ റിസർവ്ഡ് സീറ്റ് ഉണ്ടോ? എന്തുകൊണ്ടാണ് റിസർവ്ഡ് സീറ്റുകൾ ഉണ്ടായത്? സ്ത്രീകൾക്ക് മാത്രമായി പിന്നെ ക്യൂ സംവിധാനങ്ങൾ പല ബാങ്കുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പുരുഷന്മാർക്ക് മാത്രമായിട്ടുണ്ടോ? പുരുഷന്മാരുടെ ഇതിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് വന്ന് നിൽക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ.
ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് ലേഡീസ് ഉള്ള കമ്പാർട്ട്മെന്റുകളുണ്ട്, ജെന്റ്സ് ഉള്ള കമ്പാർട്ട്മെന്റുകൾ. ലേഡീസ് ഓൺലി കമ്പാർട്ട്മെന്റുകൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? അല്ല, എന്തുകൊണ്ട് ജെന്റ്സ് ഉള്ള കമ്പാർട്ട്മെന്റ് ഇല്ല? ഞാൻ പറയുന്നത് നിങ്ങൾ ലേഡീസ് ഉള്ള കമ്പാർട്ട്മെന്റ് എടുത്തോളൂ, അതിനൊപ്പം ഒരു ജെന്റ്സ് ഉള്ള കമ്പാർട്ട്മെന്റ്. എനിക്ക് പെൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ എവിടെ പോയിരിക്കും പറ? പുരുഷന്മാരിരിക്കുന്ന സീറ്റിൽ പോയിരിക്കാം. അതെന്താ എനിക്ക് ഈ പറയുന്ന പോലെ പുരുഷന്മാരുടെ അടുത്ത് പോയിരുന്ന് യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ബസ്സുകളിലും ട്രെയിനുകളിലും ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് സ്ത്രീയാണ്. അത് ഒരിക്കലും അല്ല എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, സവാദിനെ ഒരു കേസിൽ പിടിച്ചു. സവാദിനെ ഒരു വിധത്തിൽ ഞാൻ ന്യായീകരിക്കുന്നില്ല, എങ്കിൽ പോലും പറയും സവാദിനെ ഒരു കേസിൽ പിടിച്ചു. സവാദിനെ അതിനുശേഷം പിന്നീട് കുറച്ചു കാലം കിട്ടി ജാമ്യം കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സവാദിന്റെ സവാദ് വീണ്ടും KSRTC ബസ്സിൽ. ആ സവാദ് പിന്നെ എവിടെ പോകണം? ഒരു ജെന്റ്സ് ഉള്ളി ബസ് ഉണ്ടെങ്കിൽ സവാദ് ബസ്സിൽ. ചേട്ടൻ ആ വീഡിയോ കണ്ടിരുന്നോ? ഒരു ബസ്സിൽ കയറുന്നു, സീറ്റൊക്കെ നോക്കുന്നു, ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള, ഈ കാണുമ്പോ തന്നെ ബുദ്ധിമുട്ട് തോന്നുന്ന വിഷ്വലാണ്. ഞാൻ സവാദിനെ വിട്, എക്സ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ മനഃപൂർവ്വമല്ലാതെ. അത് എക്സ് എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു ന്യൂസ് വരുന്നില്ലല്ലോ. സവാദ് എന്ന വ്യക്തി ആയതുകൊണ്ടാണ് അവിടെ സവാദ് വീണ്ടും KSRTC ബസ്സിൽ. ഇപ്പൊ ഈ പറയുന്ന സവാദ് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ ക്യാമറയിൽ ഇരിക്കുന്ന ശ്രീഹരി ആലുവയിൽ നിന്ന് പിന്നെ കലൂരേക്ക് പോകാൻ വേണ്ടി ഒരു ബസ്സിൽ കയറുന്നു. ശ്രീഹരി വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. ശ്രീഹരി നോക്കുമ്പോൾ ഫ്രണ്ട് ഡോറാണ് തുറന്നത്. ബസ്സിന്റെ ഫ്രണ്ട് ഡോറിലേക്ക് ശ്രീഹരി ഇടിച്ചു കയറുകയാണ്. കോളേജ് വിട്ട സമയമാണ്. ആ ബസ്സിൽ നിറയെ ഒരു പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് എന്ന് വെക്കുക. അപ്പം ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ കൂടുതലും ജോലി കഴിഞ്ഞ് വരുന്നവരും കോളേജ് വിട്ട് വരുന്നവരായിരിക്കും. ശ്രീഹരി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബാക്കിലേക്ക് പോകാൻ അതിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് ശ്രീഹരിയുടെ ടച്ച്, ശ്രീഹരി പോലും അറിയുന്നില്ല, ശ്രീഹരിയുടെ ടച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നിരിക്കട്ടെ. ആ പെൺകുട്ടി ആ ഫോൺ എടുത്ത് പെട്ടെന്ന് ഒരു ഫോട്ടോയോ റീലോ എടുത്ത് ശ്രീഹരിയുടെ ഇതുപോലെ ഇയാൾ ഞരമ്പ് രോഗിയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. സ്വാഭാവികമായിട്ട് ശ്രീഹരി ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് സമൂഹം എന്ത് പറയും? ശ്രീഹരിയെ ഞരമ്പിലെന്ന് ചിത്രീകരിക്കും. ഓക്കെ, ആ പെൺകുട്ടി പരാതി കൊടുക്കുന്നില്ല, ഒരു തേങ്ങയും കൊടുക്കുന്നില്ല, അതങ്ങനെ അങ്ങ് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീഹരിക്ക് അതുണ്ടാകുന്ന, ശ്രീഹരിയുടെ കുടുംബത്തിന് അതുണ്ടാക്കുന്ന, ശ്രീഹരിയുടെ സുഹൃത്തുക്കൾക്ക് അതുണ്ടാക്കുന്ന ഒരു മാനസിക വിഷമമുണ്ട്, നാണക്കേടുണ്ട്. അപ്പോൾ അടുത്ത ബസ്സിൽ കയറാൻ ചെല്ലുമ്പോൾ ശ്രീഹരി എന്ത് ചെയ്യും? ശ്രീഹരിക്ക് ഒരു ഭയം വരും, ഈ ബസ്സിൽ കയറിയാലും എനിക്ക് ഇതേ അനുഭവം ഉണ്ടാകുമോ എന്ന ഭയം വരും. അപ്പോൾ ശ്രീഹരി ബാക്ക് ഡോർ തുറന്ന് ബാക്കിൽ കയറാമെന്ന് വിചാരിച്ചാൽ ഇന്നത്തെ പെൺകുട്ടികളും ആൺ സ്ത്രീകളും ഒക്കെ ബാക്കും ഫ്രണ്ടും ഈ ബസ്സിൻ്റെ രണ്ട് സൈഡ് ഒരുപോലെ ഉപയോഗിക്കുന്നത്, പണ്ട് റിസർവേഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരുപോലെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ശ്രീഹരിക്ക് ഒരു ബൈക്കില്ല, ശ്രീഹരിക്ക് ഒരു കാറില്ല, പക്ഷേ ശ്രീഹരിക്ക് മൂവ് ചെയ്യണം. എന്ത് സംവിധാനമുള്ളത്? അയാൾക്ക് മിക്സ് ചെയ്തിട്ട് പെൺകുട്ടികളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് വേണ്ടി ജെന്റ്സ് ഉള്ളി ബസ്സുകളുണ്ടോ, ജെന്റ്സ് ഉള്ളി കമ്പാർട്ട്മെന്റുകളുണ്ടോ? ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ഇപ്പോൾ ശ്രീഹരി എന്ന വ്യക്തി വിടാം. ഒരു പുരുഷൻ ബസ്സിൽ കയറി, ഞാനും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്, തിരക്കുള്ള ട്രെയിനുകളിലും ബസ്സുകളിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. ഒരു അൺഇൻറ്റൻഷനലി അടുത്തൂടെ വന്ന ഒരാൾ പെട്ടെന്ന് തട്ടിയിട്ട് അറിയാതെ പോകുന്നതും ഒരാൾ ഇന്റൻഷനലി കൈ കൊണ്ട് തട്ടിയിട്ട് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ടോ? ചേട്ടാ പുച്ഛിച്ചിട്ട് കാര്യമുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന എത്ര സ്ത്രീകളുണ്ട്? എല്ലാ സ്ത്രീകൾക്കും അത് മനസ്സിലാവും. എല്ലാ സ്ത്രീകൾക്കും മനസ്സിലാവും. ഇതിന് ചിപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഹലോ ബോട്ടോ പറയൂ, ഈ ടച്ച് ബട്ട് ടച്ച് ഓർ ഗുഡ് ടച്ച്. ഇതൊന്നും നമ്മൾ തമാശക്കേണ്ട കാര്യങ്ങളല്ല. ഈ പറഞ്ഞതുപോലെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവും. ശ്രീഹരി ഒരു കുട്ടി അവിടെ നിൽക്കുന്നു, പോട്ടെ സോറി, ഒരു യുവാവ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ടച്ച് ചെയ്തങ്ങ് പോകുന്നു. ആ കുട്ടി ഫോണും എടുത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ, ഒരാൾ എന്നെ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യാൻ പോകുന്നു. ഈ ഷിംജിതയുടെ കാര്യത്തിൽ പോലും ഞാൻ അയാള് ഇപ്പൊ ഞാൻ ഷിംജിതയോടെ പോണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒരു മരണത്തിന് കാരണക്കാരിയായിട്ടുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരാണ് കാരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദീപക് അവരെ മോശമായി ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ വീഡിയോയിൽ അപാകതയുണ്ട്, അത് ഞാൻ പറഞ്ഞു മടുത്ത കാര്യമാണ്. അത് കുറച്ചു പേർക്ക് തോന്നുന്നുണ്ടോ? അത് കുറച്ചു പേർക്ക് തോന്നുന്നുണ്ടോ? സ്ത്രീപക്ഷത്തിന്റെ കാര്യമൊന്നുമല്ല, ന്യായം തന്നെയാണ് പറയുന്നത്. അത് ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയും. ഇതിന് ഒരാഴ്ച മുമ്പ് കോടതി ഞാനാണ് കോടതി എന്ന് പറഞ്ഞില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയം, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു, തെളിവില്ല എന്ന് പറഞ്ഞു. ഞാനല്ല കോടതി, എന്റെ മുന്നിലല്ല തെളിയിക്കേണ്ടത്. എന്റെ ബോധ്യം വേറെ, കോടതിയുടെ ബോധ്യം വേറെ. പെൺകുട്ടികളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചൂഷണം ചെയ്യപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. നമുക്ക് മുരാരി തന്ത്രിയിലേക്ക് തിരികെ വരണമോ? അതെ, മുരാരി തന്ത്രി പറഞ്ഞോളൂ. എന്താണ് മുരാരി തന്ത്രി? ഇതാണ് മനുഷ്യക്കടത്തിന്റെ ആൾരൂപമായ മുരാരി തന്ത്രി. ഇവന്റെ അവയവ കച്ചവടമൊക്കെ ഉണ്ടോ എന്ന് ഇപ്പൊ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇനി ISIS ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇയാള് മറ്റേ പരിപാടിയായിരുന്നു ഒന്നു മിണ്ടിയിടുവാൻ നിന്ന് കൊതി. മറ്റേ കരിങ്കാളി അല്ലേ കളിക്കും. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് പൊടിമീശ മുളയ്ക്കണ കാലം പള്ളിയിലെത്തിയത് എന്ത് കൊതിച്ച. കാരണം എന്താ, മതസൗഹാർദ്ദമാണ് പുള്ളി. ഇവിടെ സ്വാമിയേ അയ്യപ്പോ കർത്താവേ യേശുവേ
അള്ളാഹു പച്ചക്കൊടി എന്നൊക്കെ പറഞ്ഞ് പാടുന്ന കക്ഷിയാണ്. എന്തിനാണ്? See, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പറഞ്ഞ രാജൻ ബാബു അദ്ദേഹം റീൽസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമാവില്ലായിരുന്നു. റീൽസ് ചെയ്തതുകൊണ്ടാണ് ആ ഹൈപ്പ് കിട്ടിയത്. സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് ആഘോഷിക്കുന്നു? അദ്ദേഹത്തിന്റെ പഴിപ്പച്ചേട്ടൻ പറഞ്ഞില്ലേ ഈ പാട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഹൈപ്പ് കിട്ടിയതെന്ന്. എത്രയോ മന്ത്രവാദിമാർ അകത്താകുന്നു. അതുപോലെ അങ്ങ് പോയേനെ അല്ല പോയേനെ. അല്ല, പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒരു തിരുത്താം. തെറ്റില്ല. കേരളത്തിൽ എത്രയോ പോക്സോ കേസുകൾ ഒരു ദിവസം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. നമ്മളിപ്പം മമ്പാട്ടിന്റെ കഥ പറഞ്ഞ എന്തുകൊണ്ടാണ്? അയാൾ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. അതെ, അത് തന്നെയാണ് അപ്പൊ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും സെലിബ്രിറ്റിമാരെ കൊടുക്കാനും കൊടുക്കാൻ നിന്ന് കൊടുക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? സെലിബ്രിറ്റികൾക്കുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം മാന്യമായിട്ട് ജീവിച്ചോണമെന്ന്. ആ, ഉത്തരവാദിത്വം കൊടുക്കുക എന്ന യൂസേജിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കൊടുക്കുക എത്ര കേസുകളുണ്ട്? കുടുക്കിയ 1-2 കേസുകൾ വെച്ച് ബാക്കിയുള്ള കേസുകളുടെ മെരിറ്റ് 1-2 ഇല്ലാണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. 1-2 കേസാണെന്നേ അനുഭവിച്ചവർക്കേ അറിയൂ. ബാക്കി 998 കേസുകളോ? ആദ്യം അവര് ശിക്ഷിക്കപ്പെടണം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടും. ഇതിലും വലിയ ശിക്ഷയുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം മുകേഷ് എം നായരുടെ കേസ്. അയാൾ കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. കള്ള് കുടിക്കും, അത് ആ വീഡിയോ ഒക്കെ എടുക്കും. പലർക്കും പുള്ളിയുടെ വീഡിയോ ഇഷ്ടമല്ല. പുള്ളിയെ കാണുമെന്ന് തന്നെ ചതുർത്ഥി കാണുന്ന പോലെ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അയാളെ കുടിക്കുകയല്ലേ. കോടതി തന്നെ അവസാനം വിട്ടില്ലേ? അയാൾക്കെതിരെ വീഡിയോ ചെയ്ത ആരെങ്കിലും അയാളെ അനുകൂലിച്ച് വീഡിയോ ചെയ്തോ? അപ്പോഴോ എന്തായാലും മുരാരി തന്ത്രി ഫ്രാഡെന്ന് വെച്ചാൽ വെറും ഫ്രാഡ്.